ഹായ് എവ്രിവൺ, വെൽക്കം ടു ടോസ് അക്കാഡമി. സെറ്റ് മാത്തമാറ്റിക്സിൻ്റെ ഒരു 2 month സ്റ്റഡി പ്ലാൻ വീഡിയോയുമായിട്ടാണ് ടോസ് അക്കാഡമി ഇന്ന് നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നത്. ഏപ്രിൽ മെയ് മാസങ്ങൾ അധ്യാപകരെ സംബന്ധിച്ചായാലും അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചായാലും നമ്മുടെ സ്ഥിരം ബിസി ഷെഡ്യൂളിൽ നിന്നും കുറച്ച് റിലാക്സേഷൻ, കുറച്ച് ഫ്രീ കിട്ടുന്ന ഒരു ടൈമാണ്, നമ്മുടെ വെക്കേഷൻ കാലമാണ് അല്ലേ. അപ്പോൾ ഈ ഒരു വെക്കേഷനിൽ സെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ കൃത്യമായിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കി തന്നെ എക്സാമിന് വേണ്ടി പ്രിപ്പറേഷൻസ് നടത്തേണ്ടതാണ്. കൃത്യമായുള്ളൊരു പ്ലാനോട് കൂടി, പ്ലാൻ മാത്രം പോരാ, ആ പ്ലാൻ പ്രാവർത്തികമാക്കുകയും വേണം. ഓക്കെ, സിലബസ് കംപ്ലീറ്റ് കവർ ചെയ്യുന്ന രീതിയിൽ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യുന്ന രീതിയിൽ, പ്രാക്ടീസ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ കൃത്യമായിട്ടുള്ളൊരു പ്ലാനോട് കൂടി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും സെറ്റ് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ 2 month സ്റ്റഡി പ്ലാൻ വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് ആദ്യമേ തന്നെ നമ്മുടെ സിലബസ് ഒന്ന് നോക്കാം. സെറ്റ് മാത്തമാറ്റിക്സിൻ്റെ സിലബസിൽ ടോട്ടൽ 6 യൂണിറ്റുകളാണുള്ളത്. യൂണിറ്റ് 1 ഫണ്ടമെൻ്റൽ കൺസെപ്റ്റ്, യൂണിറ്റ് 2 റിയൽ ആൻഡ് കോംപ്ലക്സ് അനാലിസിസ്, യൂണിറ്റ് 3 അബ്സ്ട്രാക്റ്റ് ഓൾജിബ്ര, യൂണിറ്റ് 4 ലീനിയർ ഓൾജിബ്ര ആൻഡ് മെട്രിക്സ് തിയറി, യൂണിറ്റ് 5 നമ്പർ തിയറി ആൻഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ, യൂണിറ്റ് 6 ടോപ്പോളജി ആൻഡ് ഫങ്ഷണൽ അനാലിസിസ്. അപ്പോൾ ടോട്ടൽ നമുക്ക് 6 യൂണിറ്റുകളുണ്ട്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് സെറ്റ് ക്രാക്ക് ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ ഈ 2 മാസമാണ് ഉള്ളതെന്ന് ഓർക്കുക കേട്ടോ. ഈ എല്ലാ യൂണിറ്റും കംപ്ലീറ്റ് പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ടോപ്പോളജി ആൻഡ് ഫങ്ഷണൽ അനാലിസിസ് എന്ന് പറയുന്ന ആ യൂണിറ്റ് സ്കിപ്പ് ചെയ്യാം. ഓക്കെ, സ്കിപ്പ് ചെയ്യുമ്പോൾ ഒന്ന് ഓർക്കണം, ബാക്കി എല്ലാ യൂണിറ്റും 1 to 5 വരെയുള്ള എല്ലാ യൂണിറ്റുകളും കൃത്യമായിട്ട് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ 1 മുതൽ 5 വരെയുള്ള യൂണിറ്റുകളിലെ ആ ഒരു സ്റ്റഡി പ്ലാൻ, അവരെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു സ്റ്റഡി പ്ലാനാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ യൂണിറ്റ് 1ൽ ഫണ്ടമെൻ്റൽ കൺസെപ്റ്റാണ്. ഫണ്ടമെൻ്റൽ കൺസെപ്റ്റിൽ ടോട്ടൽ 4 മൊഡ്യൂൾസാണ് നമ്മുടെ സിലബസിൽ വരുന്നത്. മൊഡ്യൂൾ 1 സെറ്റ്സ് ആൻഡ് ഫങ്ഷൻസ്, മൊഡ്യൂൾ 2 അനലിറ്റിക് ജോമെട്രി, മൊഡ്യൂൾ 3 എലമെൻ്ററി കാൽക്കുലസ്, മൊഡ്യൂൾ 4 പ്രോബബിലിറ്റി. ആൻഡ് യൂണിറ്റ് 2ൽ 2 റിയൽ ആൻഡ് കോംപ്ലക്സ് അനാലിസിസ് ആണ്. റിയലും ഉണ്ട്, കോംപ്ലക്സ് ഉണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് മൊഡ്യൂൾ ബേസിക് കൺസെപ്റ്റ്സ് ഇൻ റിയൽ അനാലിസിസ്, മൊഡ്യൂൾ 2 ഇൻ്റഗ്രേഷൻ ആൻഡ് ബേസിക് മെഷർ തിയറി, മൊഡ്യൂൾ 3 ബേസിക് കൺസെപ്റ്റ്സ് ഇൻ കോംപ്ലക്സ് അനാലിസിസ്, മൊഡ്യൂൾ 4 കോംപ്ലക്സ് ഇൻ്റഗ്രേഷൻ. ആൻഡ് തേർഡ് യൂണിറ്റ് അബ്സ്ട്രാക്റ്റ് ഓൾജിബ്രയാണ്. ഗ്രൂപ്പ് തിയറി, റിംഗ് തിയറി, ഫീൽഡ്, ഈ 3 മൊഡ്യൂൾസാണ് നമുക്ക് അവിടെ പഠിക്കാനുള്ളത്. നെക്സ്റ്റ് വൺ യൂണിറ്റ് 4 ലീനിയർ ഓൾജിബ്ര ആൻഡ് മെട്രിക്സ് തിയറി. അതിൽ ഫസ്റ്റ് മൊഡ്യൂൾ മെട്രിക്സ് തിയറി ആൻഡ് സെക്കൻഡ് മൊഡ്യൂൾ വെക്റ്റർ സ്പേസ് ആൻഡ് തേർഡ് മൊഡ്യൂൾ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ. ദെൻ യൂണിറ്റ് 5 നമ്പർ തിയറി ആൻഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആണ്. അതിൽ ഫസ്റ്റ് മൊഡ്യൂൾ നമ്പർ തിയറി, സെക്കൻഡ് മൊഡ്യൂൾ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആൻഡ് തേർഡ് മൊഡ്യൂൾ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ ഇത്രയും ആളുകളെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു സ്റ്റഡി പ്ലാൻ വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് 2 മാസമാണ് നമ്മുടെ കയ്യിലുള്ളത്. ഓക്കെ, അപ്പോൾ അതായത് 60 ദിവസം 8 ആഴ്ചയാണ് നമുക്കുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് 2 വീക്ക് എടുക്കുകയാണ്. വീക്ക് 1 to 2. ആ 2 വീക്ക്, ഫസ്റ്റ് വീക്കും സെക്കൻഡ് വീക്കും ഫണ്ടമെൻ്റൽ കൺസെപ്റ്റ്സും റിയൽ അനാലിസിസ് പഠിക്കാനായിട്ട് നിങ്ങൾ ഉപയോഗിക്കുക. ഫണ്ടമെൻ്റൽ കൺസെപ്റ്റ് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, നമ്മൾ +2 ലെവലിൽ പഠിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിന് കൂടുതൽ ടൈം കൊടുത്തില്ലെങ്കിൽ പ്രശ്നമില്ല. അപ്പോൾ വീക്ക് 1ഉം 2ഉം നമ്മൾ ഏതിനൊക്കെയാണ് ഫണ്ടമെൻ്റൽ കൺസെപ്റ്റിനും റിയൽ അനാലിസിസുമാണ്. അപ്പോൾ കൂടുതൽ ടൈം നമ്മൾ റിയൽ അനാലിസിസിന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അവിടെ 1 to 3 days യൂണിറ്റ് 1 3 ദിവസം മതി നമുക്ക് ഫണ്ടമെൻ്റൽ കൺസെപ്റ്റ് പഠിക്കാനായിട്ട്. അപ്പോൾ അതിനകത്ത് മെയിനായിട്ടും സെറ്റ്സ് എന്താണ്, ഫങ്ഷൻസ് എന്താണ്, അനലിറ്റിക് ജോമെട്രി, അതിൽ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്, സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ എലമെൻ്ററി കാൽക്കുലസിലെ കാര്യങ്ങൾ, പ്രോബബിലിറ്റി. അപ്പോൾ അതിൽ ബേസിക് ആയിട്ടുള്ള അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. റിവൈസ് ഡെഫിനീഷൻസ് ആൻഡ് തിയറംസ് റിലേറ്റഡ് ടു എബൌട്ട് ടോപ്പിക്സ്. അപ്പോൾ സെറ്റ് വരുമ്പോൾ തന്നെ കുറച്ച് സബ്സെറ്റ് വരുന്നുണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ റിലേഷൻസ്, ഫങ്ഷൻസ്, റിലേഷൻസ് ഒക്കെ വരുമ്പോൾ സിമെട്രിക് റിലേഷൻ എത്ര എണ്ണം ഒക്കെ കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുലാസൊക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിക്കാം. എന്തൊക്കെ? അനലിറ്റിക് ജോമെട്രി, എലമെൻ്ററി കാൽക്കുലസ്, പ്രോബബിലിറ്റി.
ഓക്കെ, റിവൈസ് ഡെഫിനേഷൻസ് ആൻഡ് തിയറംസ് റിലേറ്റഡ് ടു എബവ്. തിയറംസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. അതുപോലെ തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്യുക. ഏതാണോ റെഫറൻസ് ടെക്സ്റ്റ്, +2ൻ്റെ ടെക്സ്റ്റൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൽ ഇഷ്ടംപോലെ എക്സസൈസ് പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ടെക്സ്റ്റുകൾ റെഫർ ചെയ്തിട്ട് പ്രോബ്ലംസും ചെയ്തു പിടിക്കുക. ഓക്കെ, ഇനി ഡേ 4 to 7 റിയൽ അനാലിസിസ്. ഡേ 4ൽ റിയൽ അനാലിസിസ് സ്റ്റാർട്ട് ചെയ്യുക. റിയൽ അനാലിസിസിൽ നമ്മുടെ യൂണിറ്റ് 2ൽ വരുന്നതാണ് റിയൽ അനാലിസിസ്. അപ്പോൾ ഈ 4 to 7 ഡേയ്സ് നിങ്ങൾ കവർ ചെയ്യേണ്ട ടോപ്പിക് ഇതാണ്: കൺവേർജൻസ്, ലിമിറ്റ് ഓഫ് സീക്വൻസ്, സീരീസ് ഓഫ് റിയൽ നമ്പേഴ്സ്, ജോമെട്രിക് ആൻഡ് ഹാർമോണിക് സീരീസ്, സീക്വൻസ് ആൻഡ് സീരീസ് ഓഫ് റിയൽ ഫങ്ഷൻസ്, പോയിന്റ് വൈസ് ആൻഡ് യൂണിഫോം കൺവേർജൻസ്, the exponential series, limits, continuity, directional derivative and total derivative of functions. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കേണ്ടത്. അപ്പോൾ ഈ കൺവേർജൻസ്, അതുപോലെ തന്നെ സീക്വൻസ്, സീരീസ്, ഇതിനൊക്കെ റിലേറ്റ് ചെയ്ത് ഇഷ്ടംപോലെ പ്രോബ്ലംസും ഇഷ്ടംപോലെ തിയറംസും അതുപോലെ തന്നെ റിസൾട്ടുകളും ഉണ്ട്. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കൺവേർജൻസ്, യൂണിഫോം കൺവേർജൻസിൻ്റെ പ്രോബ്ലംസ് കുറച്ച് നമ്മൾ ആ sin 1/x അങ്ങനെ പറയുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ ഇല്ലേ, അതിൻ്റെ കൺവേർജൻസ്, അതുപോലെ തന്നെ എക്സ്പൊണൻഷ്യൽ സീരീസുകൾ, ലിമിറ്റും കണ്ടിന്യൂറ്റിയും, ഡയറക്ഷണൽ ഡെറിവേറ്റീവ്. അപ്പോൾ ആ കൺസെപ്റ്റുകൾ ആദ്യം ഒന്ന് ക്ലിയർ ആക്കുക. ദെൻ അതിൻ്റെ പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പഠിക്കുമ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുക്കുക, അതിലെ പ്രോബ്ലംസ് ചെയ്തു കഴിഞ്ഞാൽ നന്നായിരിക്കും. ഓക്കെ, അപ്പം ഇവിടെ കൊടുത്തിട്ടുള്ള ആക്ടിവിറ്റീസ് ഇതാണ്: സ്റ്റഡി ദ മേജർ തിയറംസ്, പ്രാക്ടീസ് പ്രോബ്ലംസ് ഓൺ കൺവേർജൻസ് ഓഫ് സീക്വൻസ് ആൻഡ് സീരീസ്, ലിമിറ്റ്സ് ആൻഡ് കണ്ടിന്യൂറ്റി, ഫോക്കസ് ഓൺ ഡിഫറൻസിയേഷൻ ആൻഡ് തിയറംസ് റിലേറ്റഡ് തിയറംസ് സച്ച് ആസ് റോൾസ് തിയറം. അങ്ങനെയുള്ള ഇമ്പോർട്ടൻറ്റ് നെയിംഡ് തിയറംസ് ഒക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക, പഠിക്കുക കേട്ടോ. ഇനി ഡേ 8 to 10 നമ്മുടെ റിയൽ അനാലിസിസിലെ തന്നെ ഫങ്ഷൻസ് ഓഫ് ബൗണ്ടഡ് വേരിയേഷൻസ്, റെയ്മാൻ, കൺസെപ്റ്റ് ഓഫ് ലെബെക് മെഷർ, അതുപോലെ തന്നെ ലെബെക് ഇൻ്റഗ്രൽ, ലെബെക് മെഷറബിൾ സെറ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡേ 8 to 10 കവർ ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യമേ കൺസെപ്റ്റ് തറവാക്കുക, ദെൻ പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യുക. ദെൻ ഡേ 11 to 14 ഇപ്പോൾ നമ്മുടെ 2 വീക്സ് കംപ്ലീറ്റ് ആവുകയാണ്. 2 വീക്സിൽ കംപ്ലീറ്റ് ആകുമ്പം നമ്മൾ 11 to 14 അത്രയും ഡേയ്സ്, 11, 12, 13, 14 ഈ 4 ഡേയ്സ് ജസ്റ്റ് പഠിച്ച കാര്യങ്ങൾ നിങ്ങളൊന്ന് റിവൈസ് ചെയ്യുക. റിവൈസ് യൂണിറ്റ് 1 and 2 ആൻഡ് ഫോക്കസ് ഓൺ സോൾവിങ് മിക്സഡ് പ്രോബ്ലംസ്. ഓക്കെ, പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുക ധാരാളമായിട്ട്. അതുപോലെ തന്നെ ഫസ്റ്റ്, സെക്കൻഡ് യൂണിറ്റുകളുടെ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്ത് പഠിക്കുക കേട്ടോ. നമുക്ക് ഓൺലൈനൊക്കെ ടെസ്റ്റുകളൊക്കെ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് കൃത്യമായിട്ടൊരു ടൈം ലിമിറ്റ് വെച്ചിട്ട് നിങ്ങൾ പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ദെൻ വീക്ക് 3 to 4 കോംപ്ലക്സ് അനാലിസിസും അബ്സ്ട്രാക്ട് ഓൾജിബ്രയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഡേ 15 to 17 നമ്മൾ കോംപ്ലക്സ് അനാലിസിസ് ആണ് പഠിക്കാനായിട്ട് പ്ലാൻ ചെയ്യേണ്ടത്. അപ്പോൾ ടോപ്പിക്സ് കവർ ചെയ്യേണ്ടത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കോംപ്ലക്സ് ഫങ്ഷൻസ് എന്താണ്, അനലിറ്റിക് ഫങ്ഷൻസ് എന്താണ്, കോഷി റീമാൻ ഇക്വേഷൻസ്, കോണ്ടൂർ ഇൻ്റഗ്രേഷൻ, പവർ സീരീസ് ഓഫ് ഫങ്ഷൻ, റേഡിയസ് ഓഫ് കൺവേർജൻസ് ഓഫ് പവർ സീരീസ്, സീറോസ്, പോൾസ്, സിംഗുലാരിറ്റീസ് ഓഫ് ഫങ്ഷൻസ്, ലിയോലീസ് തിയറം, അതുപോലെ തന്നെ മാക്സിമം മോഡുലസ് തിയറം, അങ്ങനെയുള്ള കൺസെപ്റ്റുകൾ, കോഷീസ് തിയറം, കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല, ഇതൊക്കെ കൃത്യമായിട്ട് അതിൻ്റെ ബേസിക് കൺസെപ്റ്റുകൾ പഠിക്കുക. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തിട്ട് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്ത് വെക്കുക. ഏത് ടെക്സ്റ്റാണോ പഠിക്കുന്നത് അതിൽ എക്സസൈസ് പ്രോബ്ലംസ് കൊടുത്തിട്ടുണ്ടാകും, അതും വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഇപ്പോൾ നമുക്ക് മാത്സിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ചെറിയ ഒരു കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ ആ കൺസെപ്റ്റിനെ റിലേറ്റ് ചെയ്തിട്ട് ഇഷ്ടം പോലെ പല ടൈപ്പ് പ്രോബ്ലംസ് ഇടാനായിട്ട് ചാൻസ് ഉണ്ട് അല്ലേ. ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു കൺസെപ്റ്റ് പഠിക്കുമ്പോൾ ആ ഒരു കൺസെപ്റ്റിനെ ബേസ് ചെയ്ത് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ ആ കൺസെപ്റ്റ് പഠിക്കുക. അതിന് ആ ഒരു കൺസെപ്റ്റിനെ ബേസ് ചെയ്ത് തന്നെ ഇഷ്ടംപോലെ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ.
ഓക്കെ, ഈ സിംഗുലാരിറ്റീസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കാണുന്നുണ്ട് കേട്ടോ. റേഡിയസ് ഓഫ് കൺവേർജൻസ്, അതുപോലെ തന്നെ കോഷി റീമാൻ ഇക്വേഷൻസ്, അനലിറ്റിക് ഫങ്ഷൻസ്, അതൊക്കെ. ഇനി ഡേ 18-21 യൂണിറ്റ് 3 അബ്സ്ട്രാക്റ്റ് ഓൾജിബ്രയാണ് കവർ ചെയ്യേണ്ടത്. അബ്സ്ട്രാക്റ്റ് ഓൾജിബ്രയിലെ ഗ്രൂപ്പ് തിയറിയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഗ്രൂപ്പ് തിയറിയിലെ ഗ്രൂപ്പ്സ് എന്താണ്, സബ് ഗ്രൂപ്പ് എന്താണ്, സൈക്ലിക് ഗ്രൂപ്പ് എന്താണ്, ലഗ്രാഞ്ചസ് തിയറം, ഹോമോമോർഫിസം, അതുപോലെ അതിൽ വരുന്നതാണ് നമ്മുടെ സൈലോ തിയറം, അതുകൂടി ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ കുറച്ച് ഗ്രൂപ്പ് തിയറിയിൽ കുറച്ച് നമ്മുടെ തിയറി പാർട്ട് കുറച്ച് തറവായി കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ശരിക്കും ബേസിക് ആയിട്ടുള്ള ഡെഫിനീഷൻസ്, അതിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ ഫോക്കസ് ചെയ്ത് തന്നെ പഠിക്കുക. അതുപോലെ തന്നെ ഈ സൈക്ലിക് ഗ്രൂപ്പ് സെഡനിനൊക്കെ കുറിച്ച് ഇഷ്ടംപോലെ റിസൾട്ടുകളുണ്ട്. ആ റിസൾട്ടുകൾ കോമ്പറ്റേറ്റീവ് എക്സാം ആണല്ലോ, അപ്പം കുറച്ച് ഷോർട്ട് കട്ട് മെത്തേഡുകളൊക്കെ പഠിക്കുന്ന നന്നായിരിക്കും. അപ്പോൾ കുറച്ച് റിസൾട്ടുകളെല്ലാം ഈ സൈക്ലിക് ഗ്രൂപ്പ്സിനെയും ഡൈഹൈഡ്രൽ ഗ്രൂപ്പിനെയൊക്കെ പറ്റി പഠിക്കുന്നത് നന്നായിരിക്കും കേട്ടോ. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക. ആൻഡ് ഡേ 22-24 യൂണിറ്റ് 3 അബ്സ്ട്രാക്റ്റ് ഓൾജിബ്ര തന്നെയാണ്. അടുത്ത സെക്ഷൻ ഫീൽഡ്, റിങ്, ഐഡിയൽസ്, കോഷ്യൻ റിങ്സ്, എക്സ്റ്റൻഷൻ ഫീൽഡ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ കൃത്യമായിട്ട് സ്ട്രക്ചർ ഐഡൻറ്റിഫൈ ചെയ്ത് പഠിക്കുക, അതിൻ്റെ പ്രോപ്പർട്ടീസ് പഠിക്കുക. അഗെയിൻ പ്രാക്ടീസ് സോൾവിങ് പ്രോബ്ലംസ് റിലേറ്റഡ് ടു ഐഡിയൽസ് ആൻഡ് കോഷ്യൻ റിങ്സ്. അതുമാത്രമല്ല റിങ്സിനെ പറ്റിയിട്ടുള്ളതും എല്ലാം. ഓക്കെ, ഇനി അടുത്തത് ഡേ 25-28 നമ്മുടെ വീക്ക് 3-4 നമ്മൾ കോംപ്ലക്സ് അനാലിസിസും അബ്സ്ട്രാക്റ്റ് ഓൾജിബ്രയായിരുന്നു പറഞ്ഞത്. അപ്പോൾ ആ 2 വീക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം നേരത്തെ പറഞ്ഞ പോലെ തന്നെ പഠിച്ച കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്യുക. ദെൻ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുക, മോക്ക് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്ത് സ്വയം ഇവാലുവേറ്റ് ചെയ്യുക. എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്, വീക്കായിട്ടുള്ള ഏരിയാസ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ ഏരിയാസിനൊന്ന് ഫോക്കസ് ചെയ്തെടുക്കുക കേട്ടോ. ഓക്കെ, ഇനി 5 to 6 വീക്സ് അത് ലീനിയർ ഓൾജിബ്ര, മെട്രിക്സ് തിയറി, നമ്പർ തിയറി, ഇത്രയും കൺസെപ്റ്റുകളാണ് നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 29 to 32 ഡേ മെട്രിക്സ് തിയറി കവർ ചെയ്യുക. മെട്രിക്സ് തിയറി വളരെ സിമ്പിളാണ്, ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു യൂണിറ്റാണ് നമ്മുടെ മെട്രിക്സ് തിയറി ആൻഡ് ലീനിയർ ഓൾജിബ്ര എന്ന് പറയുന്നത്. അപ്പോൾ മെട്രിക്സുകൾ കുറേ നെയിംഡ് മെട്രീസസ് ഉണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ആ നെയിംഡ് മെട്രീസസിൻ്റെ പ്രോപ്പർട്ടീസ്, അതുപോലെ തന്നെ എന്താ പറയുക, പ്രോപ്പർട്ടിയും അതുപോലെ തന്നെ ഡിറ്റർമിനൻറ്റിൻ്റെ കുറച്ച് ഫോർമുലാസും കൃത്യമായിട്ട് മനസ്സിലാക്കുക. പിന്നെ ഇഷ്ടംപോലെ പ്രോബ്ലംസ് നിങ്ങൾക്ക് റെഫറൻസിന് വേണ്ടി ഗേറ്റിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ പല എൻട്രൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം റെഫർ ചെയ്യാം കേട്ടോ. അപ്പോൾ സോൾവ് പ്രാക്ടീസ് പ്രോബ്ലംസ് ഓൺ കാൽക്കുലേറ്റിംഗ് ഡിറ്റർമിനൻറ്റ് ആൻഡ് ഫൈൻഡിങ് ദ റാങ്ക് ഓഫ് എ മെട്രിക്സ് ആൻഡ് സൊല്യൂഷൻ ഓഫ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഡേ 33 to 35 ലീനിയർ ഓൾജിബ്ര, നമ്മുടെ വെക്റ്റർ സ്പേസ്, ലീനിയർ ട്രാൻസ്ഫോർമേഷൻ, ബേസിസ്, ഡയമെൻഷൻ, സ്ഥിരം റിപ്പീറ്റ് ചെയ്ത് കാണാറുണ്ട് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ, അതുപോലെ തന്നെ വെക്റ്റർ സ്പേസ്. അപ്പോൾ വെക്റ്റർ സ്പേസ് എന്താണ്, സബ് സ്പേസ് എന്താണ്, എന്ത് കണ്ടീഷൻ ഇല്ലെങ്കിൽ അത് വെക്റ്റർ സ്പേസ് ആവില്ല, സബ് സ്പേസ് ആവില്ല, ആ കാര്യങ്ങളൊക്കെ ഒന്ന് കൃത്യമായിട്ട് പഠിക്കുക. സ്റ്റഡി ദ തിയറി ബിഹൈൻഡ് വെക്റ്റർ സ്പേസ്, സബ് സ്പേസ്, ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ് ആൻഡ് കൺസെപ്റ്റ്സ് ഓഫ് ബേസിസ്. ഓക്കെ, ആൻഡ് പ്രോബ്ലംസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഏരിയയിൽ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യുക. നെക്സ്റ്റ് യൂണിറ്റ് 4 ലീനിയർ ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, യൂണിറ്റ് 4 വരുന്ന ലീനിയർ ട്രാൻസ്ഫോർമേഷനാണ്. ലീനിയർ ട്രാൻസ്ഫോർമേഷൻസിൽ നിന്നും ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ലീനിയർ മാപ്പ്, അതായത് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്താണെന്ന് പഠിക്കുക, നൾ സ്പേസ്, റാങ്ക്, റേഞ്ച് സ്പേസ്, ഡയമെൻഷണൽ റിലേഷൻസ് അല്ലേ, പിന്നെ ഇൻവേർട്ടബിൾ ട്രാൻസ്ഫോർമേഷൻസ് എന്താണ്, എങ്ങനെ ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷനെ മെട്രിക്സിൻ്റെ ഫോമിൽ എക്സ്പ്രസ് ചെയ്യാം, പിന്നെ അതുപോലെ തന്നെ ഏഗൻ വാല്യൂസ്, ഏഗൻ വെക്ടേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, മിനിമൽ പോളിനോമിയലും ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലും, ആപ്ലിക്കേഷൻസ് ഓഫ് കെയ്ലി ഹാമിൽട്ടൺ തിയറം, ഡയഗണലൈസേഷൻ, ഇത്രയും കൺസെപ്റ്റുകളാണ് ഈ 36 to 38 കവർ ചെയ്യേണ്ടത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, തിയറി പാർട്ട് കൃത്യമായിട്ട് പഠിക്കുക, ദെൻ പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യുക. ദെൻ 39 to 42 നമ്പർ തിയറിയാണ്. നമ്പർ തിയറിയിൽ മെയിനായിട്ട് വരുന്ന ടോപ്പിക്സ് ഡിവിസിബിലിറ്റി, പ്രൈം നമ്പേഴ്സ്, GCD ആൻഡ് LCM, ഓയിലേഴ്സ് തിയറം, ചൈനീസ് റിമൈൻഡർ തിയറം, ഫെർമാറ്റ്സ് ലിറ്റിൽ തിയറം. ഈ നെയിംഡ് തിയറംസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്.
ഇപ്പം ഓപ്ഷൻസ് വൈസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷനിൽ നിന്ന് തന്നെ ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ ബേസിക് കൺസെപ്റ്റ് എന്താണ്, ഡിവിസിബിലിറ്റി, പ്രൈംസ് എന്താണ്, GCD LCM കണ്ടുപിടിക്കാനുള്ള ഷോർട്ട് കട്ടുകൾ, അതുപോലെ തന്നെ യൂക്ലിഡിയൻ അൽഗോരിതം, കോൺഗ്രുവൻസ്, അങ്ങനെയുള്ള ഇക്വേഷൻസും കാര്യങ്ങളും. നമ്പർ തിയറിയാണ്, ഇഷ്ടംപോലെ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്ത് നോക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കൃത്യമായിട്ട് സോൾവ് ചെയ്ത് പഠിക്കുക ഈ ഒരു ടൈം കേട്ടോ. ഇനി വീക്ക് 7 to 8 നമ്മുടെ ലാസ്റ്റ് വീക്സിലേക്ക് എത്തുകയാണ്. അപ്പോൾ അതിൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്, ODE, PDE ഇത്രയും കാര്യങ്ങളും, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫൈനൽ റിവിഷനും ഈ 7 to 8 വീക്സിലാണ് നമ്മൾ കണ്ടക്ട് ചെയ്യേണ്ടത്. ഡേ 43 to 47 യൂണിറ്റ് 5 ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അതായത് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് നമ്മളവിടെ പഠിക്കാൻ പോകുന്ന. ഡിഗ്രി, ഓർഡർ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ കൺസെപ്റ്റുകൾ പഠിക്കുക. അതുപോലെ തന്നെ എങ്ങനെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോം ചെയ്തെടുക്കാം, എത്ര ടൈപ്പ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡറാണ് മെയിനായിട്ടും പഠിക്കുന്നത്. അതുപോലെ തന്നെ ഓർത്തോഗണൽ ട്രജക്ടറീസ്, എക്സിസ്റ്റൻസ് ആൻഡ് യൂണിക്നെസ് സൊല്യൂഷൻസ് ഓഫ് ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം, പിന്നെ അതുപോലെ തന്നെ മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സ്, വ്രോൺസ്കിയൻ, പവർ സീരീസ് സൊല്യൂഷൻ ഓഫ് ഡിഫറൻഷ്യൽ ബെസൽസ് ആൻഡ് ലെജൻഡർ പോളിനോമിയൽ, ഇതൊക്കെ കൺസെപ്റ്റുകൾ കൃത്യമായിട്ട് പഠിക്കുക. ദെൻ അഗെയിൻ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. ഇനി ഡേ 48 to 51 യൂണിറ്റ് 5 പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, PDE ആണ്. PDEയിൽ കവർ ചെയ്യേണ്ട ടോപ്പിക്സ് സൊല്യൂഷൻ ഓഫ് ഇക്വേഷൻ ഓഫ് ദി ഫോം PDX + QDY + RDZ = 0. അതുപോലെ തന്നെ ചാർപിക്സ് ആൻഡ് ജക്കോബിസ് മെത്തേഡ് ഫോർ സോൾവിങ് ഫസ്റ്റ് ഓർഡർ PDE, ക്ലാസിഫിക്കേഷൻ ഓഫ് ഹയർ ഓർഡർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഏതൊക്കെയാണ് ഹൈപ്പർബോളിക്, പരാബോളിക്, അതുപോലെ തന്നെ എലിപ്റ്റിക്, അതൊക്കെ നോക്കുക. ജനറൽ സൊല്യൂഷൻ ഓഫ് ഹയർ ഓർഡർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് വിത്ത് കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻറ്റ്, മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ്, വേവ് ഇക്വേഷൻ, ഹീറ്റ് ഇക്വേഷൻ, ലാപ്ലേസ് ഇക്വേഷൻ, ഇത്രയും കൺസെപ്റ്റുകളാണ് 48 to 51 ഡേയ്സിൽ കവർ ചെയ്യേണ്ടത്. അപ്പം അത്യാവശ്യം നമ്മുടെ ടോപ്പിക്സ് എല്ലാം ഒരു 51 ദിവസം കൊണ്ട് കവർ ചെയ്ത് കഴിയും. ഇനി ബാലൻസ് ഉള്ള ദിവസം ഒരു 56 അല്ലേ, ഇവിടെ ഡേയ്സിലൊരു വ്യത്യാസമുണ്ട്. 52 to 58 വരെയാണ് മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യുക. മോക്ക് ടെസ്റ്റുകൾ പഠിച്ച കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്യുക. ടേക്ക് ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് കവറിങ് ഓൾ യൂണിറ്റ്സ്. അതുപോലെ തന്നെ എക്സാം അറ്റൻഡ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ റിസൾട്ടുകൾ സ്വന്തം ഒന്ന് അനലൈസ് ചെയ്യുക. ഏതൊക്കെ ഏരിയാസാണ് കൂടുതലും ഒന്നുകൂടി പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ഓക്കെ. ആൻഡ് ഡേ 59 to 60 ലാസ്റ്റ് മിനിറ്റ് റിവിഷനാണ്. അപ്പം നമ്മൾ ഓരോ സെക്ഷൻസ് പഠിക്കുമ്പോഴും ആ ഓരോ സെക്ഷൻസിലും കുറച്ച് തിയറംസ്, ഫോർമുലാസ്, ഇമ്പോർട്ടൻറ്റ് റിസൾട്ടുകൾ, കൺസെപ്റ്റുകളൊക്കെ ഉണ്ടാകും. അത് നോട്ട് ചെയ്ത് വെച്ച ഒരു ബുക്ക് ഉണ്ടെങ്കിൽ അതൊന്ന് റിവൈസ് ചെയ്യുക. ഓക്കെ. പിന്നെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ പഠിച്ച സെക്ഷൻസൊക്കെ ഒന്ന് മറിച്ച് നോക്കി, പിന്നെ കൂടുതൽ ടെൻഷൻ അടിക്കാനായിട്ട് നിൽക്കണ്ട, റിലാക്സ് ചെയ്യുക. ഓക്കെ. എക്സാമിന് വേണ്ടി കൃത്യമായിട്ട് പ്രോപ്പർ വേയിൽ സിലബസ് കവർ ചെയ്ത് മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്തിട്ട് കൃത്യമായി നമ്മുടെ PYQs എല്ലാം കവർ ചെയ്യുന്ന രീതിയിൽ കൃത്യമായി ഒരു പ്ലാനോടുകൂടി പഠിക്കുക. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സ്റ്റഡി പ്ലാൻ വീഡിയോ. താങ്ക് യു സോ മച്ച്.